ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ എളിയ വന്ദനം. ഒരു പ്രാവശ്യം കൂടെ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ വലിയവനായ ദൈവം ബലഹീനനായി എനിക്ക് തന്ന അനുഗ്രഹീതമായ ഈ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. നമുക്ക് തിരുവചനത്തിൽ നിന്നൊരു വേദഭാഗം വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം വിശ്വാസമാണ്. ദൈവത്തിലുള്ള വിശ്വാസം, ദൈവവചനത്തിലുള്ള വിശ്വാസം, ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലുള്ള വിശ്വാസം, ക്രിസ്തുവിന്റെ തിരുരക്തത്തിലുള്ള വിശ്വാസം, ക്രിസ്തുവിന്റെ ആത്മാവിലുള്ള വിശ്വാസം. വിശ്വാസം ക്രിസ്തീയ ജീവിതത്തിന്റെ ആകത്തുക അല്ലെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസത്താലാണ്. ഇതിനു മുമ്പ് പല അവസരങ്ങളിലായി അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ചും മോശയുടെ വിശ്വാസത്തെക്കുറിച്ചും റാഹാബിന്റെ വിശ്വാസത്തെക്കുറിച്ചുമെല്ലാം നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നാം ചിന്തിക്കാൻ തുടങ്ങുന്നത് വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്. ദൈവത്തിന്റെ വചനം നാം വായിച്ചു പഠിക്കുമ്പോൾ വിശ്വാസത്താൽ ദൈവം നമുക്ക് ദാനമായി തരുന്ന ചില അനുഗ്രഹങ്ങളെല്ലാം ഉണ്ട്. വിശ്വാസത്താൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം, ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അവിടെ നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, അതാണ് ഒരു മനുഷ്യന് വിശ്വാസത്താൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അതാണ് നിത്യജീവൻ, എവർലാസ്റ്റിംഗ് ലൈഫ്. ഒരിക്കലും അവസാനിക്കാത്തതായ ആ നിത്യജീവന്റെ അവകാശം പ്രാപിക്കുക. അത് നമുക്ക് വിശ്വാസത്താൽ പ്രാപിക്കാമെന്നാണ് ദൈവത്തിന്റെ വചനം നാം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. വിശ്വാസത്താൽ പ്രാപിക്കാം. അതാണ് ഇവിടെ കർത്താവ് പറയുന്നത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്. പിതാവായ ദൈവം ലോകത്തെ, മനുഷ്യരായ നമ്മെ ഓരോരുത്തരെയും അത്രമാത്രം ദൈവം സ്നേഹിച്ചു. അതുകൊണ്ടാണ് സ്വന്തം പുത്രനെ കാൽവറിയിൽ തകർത്ത് കളയുവാൻ പിതാവായ ദൈവത്തിന് ഇഷ്ടം തോന്നിയത്. ആ കാൽവറിയിലെ ക്രിസ്തുവിന്റെ മരണത്തിൽ നാം വിശ്വസിക്കുമെങ്കിൽ നമുക്ക് നിത്യജീവൻ ലഭ്യമാണ്. നാം നിത്യജീവന്റെ അവകാശികളായി തീരുകയാണ്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-25 വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ നമ്മുടെ കർത്താവ് എന്താണ് പറയുന്നത്? ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവ് പറയുകയാണ്, സത്യമായിട്ടും സത്യമായിട്ടും ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അടുത്ത വാക്യം എന്താണ്? അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും മരണത്തിന്റെ അവസ്ഥയിലാണ്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും, പാപം ചെയ്യുന്ന നാളിൽ മരിക്കും. ഇതെല്ലാം ദൈവത്തിന്റെ വചനമാണ്. പാപം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ ആത്മാവ് മരിച്ചു പോകും. എന്നാൽ നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച ക്രിസ്തുവിന്റെ പരമയാഗത്തിൽ നാം വിശ്വസിക്കുമെങ്കിൽ, നമ്മുടെ ജീവിതം ക്രിസ്തുവിന്റെ പാദത്തിൽ നാം അർപ്പണം ചെയ്യുമെങ്കിൽ നമുക്ക് നിത്യജീവന്റെ അനുഭവത്തിലേക്ക് കടന്നു വരാം. മരണം നീങ്ങി നിത്യജീവന്റെ അനുഭവത്തിലേക്ക് നാം കടന്നു വരികയാണ്. അടുത്ത വാക്യം എന്താണ് പറയുന്നത്? ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. വീണ്ടും കർത്താവ് സത്യം ചെയ്ത് പറയുകയാണ്. അത്രമാത്രം ഉറപ്പുള്ള ഒരു കാര്യമായോണ്ടാണ് കർത്താവ് പറയുന്നത്.
ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ ഈ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഈ ദൈവവചനം നിങ്ങൾ വിശ്വസിച്ചാൽ, ഈ ദൈവവചനമാകുന്ന ക്രിസ്തുവിനെ നിങ്ങൾ കൈക്കൊണ്ടാൽ, നിങ്ങൾ കാൽവറിയിലേക്ക് നോക്കി നിങ്ങൾക്ക് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതെന്ന് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുമെങ്കിൽ, നിങ്ങളുടെ പഴയ ജീവിതത്തോട് നിങ്ങൾ യാത്ര പറയുമെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമെങ്കിൽ, നിങ്ങൾക്ക് നിത്യജീവന്റെ അവകാശിയായി തീരാം. നിത്യമരണത്തിൽ നിന്ന് നമുക്ക് നിത്യജീവനിലേക്കുള്ളതായ ഒരു പ്രവേശനം ദൈവം തരികയാണ്. അത് വിശ്വാസത്താൽ നമുക്ക് അനുഭവിക്കാം. പ്രിയപ്പെട്ടവരെ, അത് തന്റെ സ്വന്തം പുത്രനെ കാൽവറിയിൽ തകർത്ത് കളവാൻ തക്കവണ്ണം പിതാവായ ദൈവം നമ്മെ ഓരോരുത്തരെയും അത്രമാത്രം ദൈവം സ്നേഹിച്ചു. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ അപ്പോസ്തലനായ യോഹന്നാൻ താൻ ലേഖനം എഴുതുമ്പോൾ എന്താണ് പറയുന്നത്? ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. പ്രിയപ്പെട്ടവരെ, നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹം എങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത്? തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചതിനാൽ പിതാവായ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം എന്താണ്? നാം ദൈവത്തെ സ്നേഹിച്ചതല്ല. നാം ആരും ദൈവത്തെ സ്നേഹിച്ചിറങ്ങി പുറപ്പെട്ടതല്ല. നാം ദൈവത്തെ സ്നേഹിക്കാൻ ആഗ്രഹിച്ചതല്ല. നാം ദൈവത്തിന്റെ വഴിയിലേക്ക് വരാൻ ആഗ്രഹിച്ചതല്ല. പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നാം ആരെങ്കിലും ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചവരാണോ? ഈ ദൈവത്തിന്റെ വഴിയിൽ നടക്കാൻ ആഗ്രഹിച്ചവരാണോ? യേശുക്രിസ്തുവിന് സാക്ഷിയാകാൻ ആഗ്രഹിച്ചവരാണോ? ദൈവത്തിന് വേല ചെയ്യണമെന്ന് കൊതിച്ച് ആഗ്രഹിച്ചു വന്നവരാണോ? നാം യേശുക്രിസ്തുവിനെ സ്നേഹിച്ചതാണോ? ഒരിക്കലുമല്ല. പിന്നെയോ, നാമും അവനെ സ്നേഹിച്ചതല്ല. അവൻ നമ്മെ സ്നേഹിച്ച്, പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവത്തിന്റെ ആ സ്നേഹം, നമ്മോടുള്ള സ്നേഹം, പ്രിയപ്പെട്ട ദൈവം ഇതിലെ നിന്നോടുള്ള ആ സ്നേഹം, അതുകൊണ്ടാണ് തന്റെ സ്വന്തം പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അവൻ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അത് നാം വിശ്വസിക്കുമെങ്കിൽ നമുക്ക് നിത്യജീവൻ അനുഭവിക്കാം. നാം നിത്യനാശത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും ആർക്കും അത് സാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതം എത്ര മോശമാണെങ്കിലും, എത്ര പാപത്താൽ ബന്ധിതമാണെങ്കിലും, എത്രമാത്രം മ്ലേച്ഛതയിൽ ജീവിച്ചവനാണെങ്കിലും, ഏവർക്കും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, യേശുക്രിസ്തുവിന്റെ ക്രൂശമരണത്തിൽ വിശ്വസിച്ചാൽ, യേശുക്രിസ്തുവിന്റെ പാപിക്കുള്ള പരമയാഗത്തിൽ നീ വിശ്വസിച്ചാൽ നിനക്ക് നിത്യജീവൻ അനുഭവമാക്കാം. നിനക്ക് നിത്യജീവന്റെ ഓഹരിക്കാരനായി തീരാം. നിത്യനാശം നമുക്ക് ഒഴിവാക്കി തരികയാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യവും അനുഗ്രഹവുമാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എബ്രായ ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് എബ്രായ ക്രിസ്ത്യാനികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഭയപ്പെടണമെന്ന് അപ്പോസ്തലൻ പറയുകയാണ്. എന്താണ് പറയുന്നത് അപ്പോസ്തലൻ? അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കിയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കിയാൽ, ആ സ്വർഗീയ സ്വസ്ഥതയിൽ, ആ നിത്യജീവനിൽ അവകാശം പ്രാപിക്കാനുള്ള ആ ഇനിയും ശേഷിച്ചിരിക്കിയാൽ, നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഈ വചനം കേൾക്കുമ്പോൾ നാം നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുമോ? ഞാൻ ഈ നിത്യജീവന്റെ അവകാശിയായി തീർന്നുവോ? ഞാൻ നിത്യജീവൻ അവകാശമാക്കിയോ? ഞാൻ നിത്യജീവന്റെ അവകാശിയാണോ? ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ എൻ്റെ ആത്മാവ് ദൈവരാജ്യത്തിൽ എത്തുമെന്നുള്ളതായ ആ ഒരു ഉറപ്പോടുകൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ നിത്യജീവന്റെ അവകാശിയായോ? നിത്യജീവന്റെ ഓഹരിക്കാരനായി ഞാൻ തീർന്നുവോ? നിത്യജീവന്റെ ആ സൗഭാഗ്യം ഞാൻ നേടിയോ? അത് പ്രിയപ്പെട്ടവരെ, മരണത്തിന് ശേഷം ലഭിക്കുന്ന ഒരു അനുഭവമല്ല. അത് നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, നമുക്ക് ആയുസ്സുള്ളപ്പോൾ, നമുക്ക് ദൈവം ആരോഗ്യം തന്നിരിക്കുന്ന ഈ കാലത്ത്, നമ്മുടെ കണ്ണിന് കാഴ്ചശക്തി ഉള്ളപ്പോൾ, നമ്മുടെ ചെവിക്ക് കേൾവി ശക്തി ഉള്ളപ്പോൾ, നമ്മുടെ ബുദ്ധിയിൽ ഓർമ്മശക്തി ഉള്ളപ്പോൾ നാം പ്രാപിക്കേണ്ട, നാം അനുഭവമാക്കേണ്ട, നാം സമ്പാദിക്കേണ്ട ഒരു സ്വർഗീയ സമ്പത്താണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അതാർക്കും പ്രാപിക്കാൻ പ്രിയപ്പെട്ടവരെ.
ദൈവത്തിൽ നിന്ന് ആരെയും മാറ്റി നിർത്തുന്നില്ല. ഇത് ഏതെങ്കിലും ഒരു സഭാ വിഭാഗത്തിനുള്ളതല്ല, ഏതെങ്കിലും ഒരു ജാതിയിലുള്ളവർക്കല്ല, ഏതെങ്കിലും ഒരു കക്ഷിയിലുള്ളവർക്കല്ല. ഏതൊരാൾക്കും തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, പ്രിയപ്പെട്ടവരെ, നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, നാം വിശ്വാസത്താൽ ഈ നിത്യജീവൻ അവകാശമാക്കിയോ? ഞാൻ നിത്യജീവന്റെ അവകാശിയായി തീർന്നോ? ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഈ വാക്യം പറയുന്നത് ഏത് സാഹചര്യത്തിലാണ്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം ആദ്യത്തെ ചില വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം ആദ്യത്തെ ചില വാക്യങ്ങൾ. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദോമേസ് എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്നുത്തരം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ അടുക്കൽ ഒരു പരീശ പ്രമാണി, നിക്കോദീമോസ് എന്നാണ് അവന്റെ പേര്, അവൻ യേശുവിന്റെ അടുക്കൽ വരികയാണ്. അവൻ യേശുവിനോട് പറയുകയാണ്, ഗുരു, നീ ജീവനുള്ള ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനാണ്. ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികളൊന്നും ചെയ്യാൻ ഒരു സാധാരണ മനുഷ്യന് കഴിയുകയില്ല. നീ സത്യമായിട്ടൊരു ദൈവമാണ് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിക്കോദീമോസിന് മാത്രമല്ല, സന്നിധിയും സംഘത്തിലുള്ള ആ ന്യായപ്രമാണ സംഘത്തിലുള്ള എല്ലാവർക്കും അത് ബോധ്യമാണ്. യേശുക്രിസ്തു സത്യമായിട്ടും ഒരു ദൈവമാണ് എന്ന് അവർക്ക് സത്യമായിട്ടും അറിയാം. പക്ഷേ അതവർ വിശ്വസിക്കുവാനോ അത് ഏറ്റുപറയുവാനോ യേശുവിന്റെ അടുക്കൽ വരുവാനോ നിത്യജീവൻ പ്രാപിക്കുവാനോ അവർക്ക് മനസ്സില്ല. അങ്ങനെ ഇരിക്കുന്നതായ സമയത്ത് അന്നത്തെ സഭയും സഭാ നേതാക്കന്മാരും എല്ലാം യേശുക്രിസ്തുവിനെ എതിർക്കുകയും ദ്വേഷിക്കുകയും പരിഹസിക്കുകയും ഒറ്റപ്പെടുത്തുകയും കൊല്ലാൻ നോക്കുകയും ചെയ്യുന്ന ആ സമയത്ത് ഈ പരീശ പ്രമാണിയായ നിക്കോദീമോസ് യേശുവിന്റെ അടുക്കൽ വരികയാണ്. അവൻ വരുന്നത് രാത്രിയിലാണ്. കാരണം വേറെ ആരും കാണണ്ട എന്ന് വിചാരിച്ചു. യേശുവിന്റെ അടുക്കൽ പോകുന്നതും യേശുവുമായിട്ട് സംസാരിക്കുന്നതും വേറെ ആരും അറിയണ്ട എന്ന് വിചാരിച്ചു. പ്രിയപ്പെട്ടവരെ, അതൊരു മാനുഷിക ഭയമാണ്. ഇന്നും അനേകർക്ക് അങ്ങനെയാണ്. കൂട്ടായ്മയിൽ വരാനും ദൈവത്തിന് വചനം കേൾക്കാനും യേശുക്രിസ്തുവിന് സത്യവചനമാകുന്ന വിശുദ്ധ ബൈബിൾ കയ്യിലൊന്ന് പിടിച്ചുകൊണ്ട് നടക്കാനും അനേകർക്ക് ഭയമാണ്, അനേകർക്ക് ലജ്ജയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അങ്ങനെ ഉള്ള ഒരു വ്യക്തിയാണോ? യേശുക്രിസ്തുവിന്റെ വചനം കേൾക്കുന്നു എന്നുള്ളതിൽ, ഞാനൊരു രക്ഷിക്കപ്പെട്ട ദൈവവേദനാണെന്ന് പറയുന്നതിൽ, ഞാനൊരു വീണ്ടും ജനിച്ച ദൈവവേദനാണെന്ന് പറയുന്നതിൽ, ഞാൻ യേശുക്രിസ്തുവിന്റെ ഒരു ദാസനാണ് എന്ന് പറയുന്നതിൽ, ഞാൻ യേശുക്രിസ്തുവിന്റെ ഒരു ശുശ്രൂഷകനാണ് എന്ന് പറയുന്നതിൽ സഹോദരാ, നിനക്ക് അഭിമാനമുണ്ടോ? ഞാനൊരു രക്ഷിക്കപ്പെട്ട ദൈവവേദനാണെന്ന് പറയാൻ നിന്റെ ഹൃദയം അഭിമാനിക്കുന്നുണ്ടോ? അതെയോ നീ ഭയപ്പെടുകയാണോ? അതെയോ നീ ലജ്ജിക്കുകയാണോ? നിക്കോദീമോസിന്റെ ജീവിതത്തിൽ ഭയമുണ്ടായിരിക്കാം, ഒരുപക്ഷെ ഇതാ നാണക്കേടുമുണ്ടായിരിക്കാം യേശുവിന്റെ അടുക്കൽ വരുന്നത്. എങ്ങനെയായിരുന്നാലും ഈ നിക്കോദീമോസ് ഒരു ദിവസം രാത്രി യേശുവിന്റെ അടുക്കൽ വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നിക്കോദീമോസ് യേശുവിനെ കുറിച്ച് അനേക നല്ല കാര്യങ്ങൾ യേശുക്രിസ്തുവിനെ പ്രശംസിച്ച് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും കർത്താവ് കൂട്ടാക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിന് മനുഷ്യരുടെ പ്രശംസ വേണ്ടല്ലോ, മനുഷ്യരുടെ അംഗീകാരം വേണ്ടല്ലോ. കർത്താവ് പറയുകയാണ്, നിക്കോദീമോസേ, നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ നിന്റെ മുഖത്ത് നോക്കി പറയുകയാണ്, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, അത് സ്വർഗരാജ്യത്തിനൊരു മർമ്മം കർത്താവ് നിക്കോദീമോസിനോട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ നിക്കോദീമോസെ നിനക്ക് മാത്രമല്ല, ഒരു മനുഷ്യനും സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, നിത്യജീവൻ അവകാശമാക്കുവാൻ നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട ഏറ്റവും പ്രാഥമികമായ അനുഭവമാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. വീണ്ടും ജനനം, ആ ഒരു ആത്മീയ സത്യം, ആ ഒരു ആത്മീയ മർമ്മം കർത്താവ് നിക്കോദീമോസിന് പറഞ്ഞു കൊടുക്കുകയാണ്. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, നിക്കോദീമോസ് എന്താണ് അതിന് മറുപടി പറഞ്ഞത്? അടുത്ത വാക്യം നമുക്ക് വായിക്കാം. നിക്കോദീമോസ് യേശുവിനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, പാവം നിക്കോദീമോസ് കർത്താവിനോട് ചോദിക്കുകയാണ്. പാവം അവന്റെ നിഷ്കളങ്കമായ ഹൃദയത്തിൽ നിന്നുള്ളതായ ഒരു ആത്മാർത്ഥമായ ചോദ്യമാണത്. കാരണം കർത്താവ് ഇത് പറഞ്ഞത് അവന് മനസ്സിലായില്ല. വീണ്ടും ജനിക്കുക, എന്താണ് വീണ്ടും ജനനം? നിക്കോദീമോസിന് അറിയില്ല. പാവം നിക്കോദീമോസിന്റെ ആത്മീയമായ കണ്ണുകൾ അന്ധമായിട്ടിരിക്കുകയാണ്. അവൻ ആത്മീയമായ ഒരു അന്ധനാണ്. ഇന്നും അനേക ക്രിസ്ത്യാനികൾ അങ്ങനെയാണ്, ആത്മീയമായ അന്ധതയിലാണ്. എന്താണ് വീണ്ടും ജനനമെന്ന് അനേകർക്ക് അറിഞ്ഞുകൂടാ. എന്താണ് രക്ഷിക്കപ്പെടുക, എന്താണ് മാനസാന്തരപ്പെടുക, എന്താണ് ഈ വീണ്ടും ജനനം, അനേകർക്ക് അറിഞ്ഞുകൂടാ.
പാവം നിക്കോദീമോസ് ഒരു പരീക്ഷ പ്രമാണിയാണ്. ന്യായപ്രമാണം എല്ലാം അച്ചട്ടായിട്ട് അറിയാവുന്നവനാണ്. പക്ഷേ ആത്മീയം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ ആത്മീയം മനസ്സിലാകുന്നുണ്ടോ? എന്താണ് ശരിയായ ക്രിസ്തീയ വഴി? എന്താണ് ആത്മീയ ജീവിതം? എങ്ങനെയാണ് ദൈവരാജ്യത്തിൽ എത്തേണ്ടത്? എങ്ങനെയാണ് നിത്യജീവൻ അവകാശമാക്കേണ്ടത്? ഈ ഭൂമിയിൽ ഒരു ക്രിസ്ത്യാനി എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഒരു ക്രിസ്ത്യാനിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം? പ്രിയപ്പെട്ടവരെ, പാവം നിക്കോദീമോസ് കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, മനുഷ്യൻ വൃദ്ധനായ ശേഷം എങ്ങനെയാണ് പിന്നെ ജനിക്കുന്നത്? നീ എന്താണ് ഉദ്ദേശിച്ചത്? ഞാൻ വീണ്ടും എൻ്റെ അമ്മയുടെ ഉദരത്തിൽ കയറി വീണ്ടും ഒരു ശിശുവിനെ പോലെ ജനിക്കണമെന്നാണോ നീ ഉദ്ദേശിച്ചത്? പ്രിയപ്പെട്ടവരെ, എന്തു വലിയ ഒരു ആത്മീയമായ മഠയത്തരമാണ് വാസ്തവത്തിൽ നിക്കോദീമോസ് പറയുന്നത്. എങ്കിലും അദ്ദേഹത്തിന്റെ നിഷ്കളങ്കമായ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് കർത്താവിനോട് പറയുകയാണ്. ആ വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്ത് കിടപ്പാൻ ആർക്കും കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് വീണ്ടും വിശദീകരിച്ച് വളരെ സിമ്പിളായിട്ട്, വളരെ ലളിതമായിട്ട് കർത്താവ് പറയുകയാണ്, സത്യമായിട്ട് ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല നിക്കോദീമോസേ. പ്രിയപ്പെട്ടവരെ, വീണ്ടും ആകെ കൺഫ്യൂഷനായി നിക്കോദീമോസിനോട്. ഇതൊന്നും മനസ്സിലാവുകയില്ല. വെള്ളത്താൽ ജനിക്കുക, ആത്മാവിനാൽ ജനിക്കുക. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ വെള്ളത്താൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ? എന്താണ് വെള്ളമെന്ന് കർത്താവോട് ഉദ്ദേശിക്കുന്നത്? അത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനമാണ്. അപ്പോസ്തലനായ പത്രോസ് പറയും, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ജനന അനുഭവം ലഭിക്കുന്നത്. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്നത്. ഈ ദൈവത്തിന്റെ വചനം നാം വിശ്വസിക്കുകയും ദൈവത്തിന്റെ വചനം നാം കൈക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വീണ്ടും ജനന അനുഭവം ലഭിക്കുന്നത്. പാവം നിക്കോദീമോസിന് ഇതൊന്നും മനസ്സിലായില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നും അനേകർ അങ്ങനെയാണ്. ആത്മീയമായിട്ട് ഒരു അന്ധതയിലാണ്. ആത്മീയ കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ നിക്കോദീമോസിനെ കുറ്റപ്പെടുത്തുകയല്ല. ഞാൻ എൻ്റെ അനുഭവത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. ഞാനും ഇതുപോലെ വീണ്ടും ജനനം എന്താണെന്നറിയാതെ, ആത്മീയ ജീവിതം എന്താണെന്നറിയാതെ ഞാനും ഇങ്ങനെ ജീവിച്ച ഒരു ക്രിസ്ത്യാനിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഭാഗ്യവശാൽ എൻ്റെ ബാല്യപ്രായത്തിൽ ഈ കൂട്ടായ്മയിൽ വരാനിടയായി. പക്ഷേ ഞാൻ ആത്മീയം എന്താണെന്ന് എനിക്ക് അന്നും മനസ്സിലായില്ല. എൻ്റെ 22-ാമത്തെ വയസ്സിൽ ഈ ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം ഈ കൂട്ടായ്മയിൽ വന്ന് ഞാൻ കേട്ടപ്പോഴാണ് എൻ്റെ ആത്മീയമായ കണ്ണുകൾ തുറന്നു കിട്ടിയത്. യേശുക്രിസ്തു ആരാണ്? യേശുക്രിസ്തു എന്തിനു വേണ്ടിയിട്ടാണ് ക്രൂശിൽ മരിച്ചത്? യേശുക്രിസ്തു എൻ്റെ ആരാണ്? യേശുക്രിസ്തു എനിക്ക് വേണ്ടി എന്താണ് അവൻ ചെയ്തത്? യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വില എന്താണ്? എൻ്റെ വില എന്താണ്? പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം മനസ്സിലാക്കുവാൻ എൻ്റെ ആത്മീയ കണ്ണുകൾ തുറന്നു കിട്ടിയത് ഈ ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം കേട്ടപ്പോഴാണ്. അതുവരെയും ഞാൻ ഒരു സുബോധമില്ലാത്തവനെ പോലെയാണ് ജീവിച്ചത്. യേശുക്രിസ്തു ജീവിക്കുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. യേശുക്രിസ്തു എനിക്കൊരു യാഥാർത്ഥ്യമായിരുന്നില്ല. യേശുക്രിസ്തു എനിക്ക് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിച്ചു. ആത്മീയമായ പ്രസ്ഥാനങ്ങളെല്ലാം ഞാൻ ഉത്സാഹത്തോടെ ചേർന്ന് നിന്നു. പക്ഷേ യേശുക്രിസ്തു എന്റെ രക്ഷകനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. യേശുക്രിസ്തു എന്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ പിടഞ്ഞ് മരിച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു. യേശുക്രിസ്തു അവന്റെ പരിശുദ്ധമായ രക്തം കൊടുത്ത് എന്നെ വീണ്ടെടുത്തു എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആത്മീയമായ ഒരു അന്ധനായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഭാഗ്യവശാൽ ദൈവത്തിന് വചനം കേട്ടപ്പോൾ ദൈവം എനിക്ക് സുബോധം തന്നു. ദൈവം എന്റെ കണ്ണുകൾ തുറന്നു തന്നു. എൻ്റെ 22-ാമത്തെ വയസ്സിൽ ഈ നിത്യജീവന്റെ ഉടമസ്ഥനാകുന്ന യേശുക്രിസ്തുവിനെ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ എനിക്ക് ഭാഗ്യം ദൈവം തന്നു. പ്രിയപ്പെട്ടവർ, എന്തു വലിയ സൗഭാഗ്യമായി പോയി. എന്തു വലിയ സന്തോഷമാണെന്ന് ഞാനിന്ന് അനുഭവിക്കുന്നത്. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാഞ്ഞിട്ടല്ല. അനേക പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ദുഃഖ വിഷയങ്ങളുണ്ട്, കണ്ണുനീരിന്റെ വിഷയങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എങ്കിലും ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു നിത്യമായ സമാധാനം. കാരണം എന്താണ്? എനിക്കൊരു അപ്പനുണ്ട് എന്നുള്ളതായ ഒരു ഉറപ്പ്. ഞാൻ നിത്യജീവന്റെ അവകാശിയാണ് എന്നുള്ളതായ ഒരു പ്രാഗൽഭ്യം യേശുക്രിസ്തു എനിക്ക് സൗജന്യമായി തന്നു. പ്രിയപ്പെട്ടവരെ, അത് ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് എനിക്ക് ലഭിച്ചത്. ദൈവത്തിന് സ്തോത്രം. പാവം നിക്കോദീമോസിന് ഇതൊന്നും മനസ്സിലാകുന്നില്ല. വീണ്ടും കർത്താവ് പറയുകയാണ്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ഇതുപോലെയാണ് വീണ്ടും ജനിച്ച മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, പാവം നിക്കോദീമോസ് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഒന്നും മനസ്സിലാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അവസാനം കർത്താവ് 14-ാം വാക്യം 3-ാം അധ്യായം
14 വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് അവസാനം ഈ നിക്കോദീമോസിനോട് മനസ്സിലാവുന്ന രീതിയിൽ കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം നിക്കോദീമോസിന് ന്യായപ്രമാണം അറിയാം, മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ വിശദമായിട്ട് മോശയുടെ ന്യായപ്രമാണം എല്ലാം അറിയാവുന്നയാളാണ് ഈ നിക്കോദീമോസ്. അന്ന് പഴയ നിയമകാലത്ത് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ചപ്പോൾ ഉണ്ടായതായ ഒരു സംഭവം എടുത്തു പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുകയാണ്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. കർത്താവ് ആത്മീയമായ മർമ്മത്തിലേക്ക് നിക്കോദീമോസിനെ നയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് വീണ്ടും ജനം ലഭിക്കുന്നത്? എങ്ങനെയാണ് നിത്യജീവൻ ഒരു മനുഷ്യനെ അവകാശമാക്കുന്നത്? നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുകയാണ്. ജനം ഇതാ വിഷമിച്ച് വെള്ളമില്ലാതെ ദാഹിച്ച് വരണ്ട് നടക്കുമ്പോൾ അവരുടെ മനസ്സ് ക്ഷീണിച്ചു, അവരുടെ ഹൃദയം ക്ഷീണിച്ചു, അവരുടെ ശരീരവും ക്ഷീണിച്ചു. അപ്പോൾ ഈ ഇസ്രായേൽ മക്കൾ ദൈവത്തിനും മോശയ്ക്കും വിരോധമായി പിറുപിറുക്കുകയും മത്സരിക്കുകയും ചെയ്യുകയാണ്. സംഖ്യാപുസ്തകം 21 അധ്യായം 5 മുതലുള്ളതായ വാക്യം വായിക്കുമ്പോൾ ആ സംഭവം അവിടെ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. ജനം മോശയ്ക്കും ദൈവത്തിനും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ജനം ചോദിക്കുന്ന ഇതാണ്, ഈ മരുഭൂമിയിൽ മരിക്കാനാണോ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത്? പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം തരാമെന്നും വലിയ വാഗ്ദത്തങ്ങളെല്ലാം പറഞ്ഞാണല്ലോ നീ ഞങ്ങളെ മിസ്രയീമിൽ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് നീ ഞങ്ങളെ കൊണ്ടുവന്നത്. ഞങ്ങൾ ഈ മരുഭൂമിയിൽ കൊല്ലാൻ വേണ്ടിയിട്ടാണോ നീ കൊണ്ടുവന്നത്? ഇതിലും ഭേദമായിരുന്നല്ലോ ഞങ്ങൾക്ക് ഈ ഫറവോന്റെ അടിമത്തം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ജനം പിറുപിറുക്കുകയാണ്. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി മത്സര മനോഭാവത്തോടെ ചോദ്യം ചെയ്യുകയാണ്. എന്താണ് അവർ ചോദിച്ചത്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നുവെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവർ, ഈ മരുഭൂമിയിൽ ഞങ്ങൾക്ക് ആഹാരത്തിന് അപ്പവുമില്ല, ഞങ്ങളുടെ ദാഹത്തിന് ജലവുമില്ല, ഞങ്ങൾ ആകെ വലഞ്ഞിരിക്കുകയാണ്. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടും ദൈവജനത്തോടും ദൈവത്തിന്റെ ദാസനായ മോശയോടും മത്സരിക്കുന്നതായ മനോഭാവം കണ്ടപ്പോൾ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ ജ്വലിക്കുകയാണ്. അവർ ആ ഇസ്രായേൽ പാളയങ്ങളിലെല്ലാം അഗ്നിസർപ്പത്തെ അയക്കുകയാണ്. ഈ ഇസ്രായേൽ മക്കളെ എല്ലാം ഈ അഗ്നിസർപ്പം കടിക്കുകയാണ്. ഈ അഗ്നിസർപ്പം കടിക്കുന്നവരെല്ലാം ആ അഗ്നിസർപ്പത്തിന്റെ വിഷബാധയേറ്റ് ഇതാ പാളയത്തിൽ മരിച്ചു വീഴുകയാണ്. പ്രിയപ്പെട്ടവരെ, പാവം മോശ ദൈവസന്നിധിയിൽ വേദനയോടെ നിലവിളിക്കുകയാണ്. പിന്നെ എന്താണ് ഉണ്ടായിട്ട് വായിക്കുന്നത്? ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. ഇസ്രായേലിൽ വളരെ ജനം ഈ അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് മരിക്കുകയുണ്ടായി. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്ന്, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജനത്തിന് അവരുടെ തെറ്റി മനസ്സിലായി. ഇത്രയും കാലം ഞങ്ങൾ നടത്തിക്കൊണ്ടുവന്ന ചെങ്കടൽ കടത്തി ഇത്രയും കാലം ഞങ്ങൾ നടത്തിയതായ ഈ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിച്ചില്ലല്ലോ, അവന്റെ സർവ്വശക്തിയിൽ ഞങ്ങൾ വിശ്വസിച്ചില്ലല്ലോ, അവനോട് ഞങ്ങൾ മത്സരിച്ചു പോയല്ലോ, ദൈവത്തിന്റെ ദാസനായ മോശയോട് ഞങ്ങൾ മത്സരിച്ചല്ലോ എന്നുള്ളതായ കുറ്റബോധത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് മോശയുടെ അടുക്കൽ ഓടി ജനം വരികയാണ്. അനേകർ മരിക്കുകയാണ്. ഈ അഗ്നിസർപ്പം കടിക്കുന്നവരെല്ലാം അവരവരുടെ പാളയങ്ങളിൽ മരിച്ചു വീഴുകയാണ്. മോശ എന്ത് ചെയ്തു? മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, മോശയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? മോശയ്ക്ക് ഈ ജനത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുകയില്ലല്ലോ. മോശയ്ക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് ജീവനുള്ള ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ മാത്രമേ മോശയ്ക്ക് കഴിയുകയുള്ളൂ. മോശയ്ക്ക് അത്രേ കഴിയുകയുള്ളൂ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക. മോശ എന്ത് ചെയ്തു? ഈ മരിച്ചു വീടുന്ന ഈ വലിയ കെടുതിയുടെ മധ്യത്തിൽ മോശ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? യഹോവ മോശയോട്, ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവം മോശയ്ക്ക് അതിനൊരു പരിഹാര മാർഗം പറഞ്ഞു കൊടുക്കുകയാണ്. മോശയോട് ദൈവം പറയുകയാണ്, നീ ഒരു പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ കൊടിമരത്തിൽ പാളയത്തിന്റെ മധ്യത്തിൽ നീ നാട്ടുക. എന്നിട്ടോ കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. പാളയത്തിന്റെ മധ്യത്തിൽ ഉയർത്തപ്പെട്ടിരിക്കുന്നതായ ഈ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയാൽ അവനെല്ലാം രക്ഷ പ്രാപിക്കും, അവൻ മരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ മോശ താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി പിച്ചള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്രസർപ്പത്തെ നോക്കിയാൽ അവൻ ജീവിക്കും. പ്രിയപ്പെട്ടവരെ, ഇതാണ് യേശുക്രിസ്തു പറഞ്ഞതിന്റെ ആത്മീയമായ അർത്ഥം എന്ന് പറയുന്നത്. ഈ പിശാചാകുന്ന പാമ്പിന്റെ കടിയേറ്റ് ആത്മീയമായി മരിച്ച് നിത്യനരകത്തിന്റെ അവകാശികളായി കഴിയുന്ന ഏതൊരു മനുഷ്യനും മോശ
പാളയത്തിന്റെ മധ്യത്തിൽ പിച്ചകള ഉണ്ടാക്കിയ സർപ്പത്തെ ഉയർത്തിയതുപോലെ ലോകത്തിന്റെ മധ്യത്തിൽ പാപിയുടെയും പരിശുദ്ധനായ ദൈവത്തിന്റെയും മധ്യത്തിൽ കാൽവറിയുടെ മലയിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന യേശുക്രിസ്തുവിലേക്ക് നോക്കുന്നവന് രക്ഷ പ്രാപിക്കാം, നിത്യജീവൻ പ്രാപിക്കാം. ഇതാണ് കർത്താവ് നിക്കോദെമോസിനോട് പറഞ്ഞു കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. പ്രിയപ്പെട്ടവരെ, അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് തന്നെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ യേശുവിന്റെ ക്രൂശിലേക്ക് നോക്കി നിങ്ങൾ വിശ്വാസത്താൽ നിത്യജീവൻ പ്രാപിച്ചോ? നിങ്ങൾ പിശാചിന്റെ കടിയേറ്റ് നശിക്കേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യനും നിത്യനരകത്തിന്റെ അവകാശിയായി തീരേണ്ട ആവശ്യമില്ല. ഈ പിശാചിന്റെ കടിയേറ്റ് മരിച്ചു കിടക്കുന്ന മനുഷ്യന് ജീവൻ നൽകുവാൻ പിതാവായ ദൈവം എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. അവനെല്ലാം നിർവഹിച്ചിട്ടുണ്ട്. അവന്റെ സ്വന്തം പുത്രനെ അവൻ കാൽവറിയിൽ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അവന്റെ രക്തം നമുക്ക് വേണ്ടി അവൻ ഊറ്റിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വാസത്താൽ അനുഭവിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കാൽവറിയിൽ നാട്ടിയിരിക്കുന്ന ആ ക്രൂശിലേക്ക് നോക്കിയാൽ, ആ ക്രൂശിൽ നിങ്ങൾ വിശ്വസിച്ചാൽ, എനിക്ക് വേണ്ടിയിട്ടാണ് യേശു ക്രൂശിൽ മരിച്ചതെന്ന് നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ വിശ്വസിച്ചാൽ, ആ ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചാൽ, ആ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കാൻ. പ്രിയപ്പെട്ടവരെ, ആരും നശിക്കേണ്ട ആവശ്യമില്ല, ആരും നിത്യനാശത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ആരും നിത്യശിക്ഷാവിധിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കൃപയുടെ യുഗമാണ്, ഇത് കൃപായുഗമാണ്. ഇന്ന് കൃപയുടെ പെട്ടകത്തിന്റെ വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. ആർക്കും ഈ പെട്ടകത്തിൽ പ്രവേശിക്കാം, ആർക്കും ക്രൂശിലേക്ക് നോക്കാം. നാം വേറെ ഒന്നും ചെയ്യണ്ട പ്രിയപ്പെട്ടവരെ. നമ്മുടെ ആരുടെയെങ്കിലും എന്തെങ്കിലും നീതി പ്രവൃത്തി കൊണ്ടോ നന്മ പ്രവൃത്തി കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ അല്ല നമുക്ക് നിത്യജീവൻ കിട്ടുന്നത്. നമുക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം യേശുക്രിസ്തു ചെയ്തു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചന പുസ്തകം 53 അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ എന്ന് വായിക്കുമ്പോൾ യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് പ്രവാചകൻ നമ്മുടെ വരച്ചു കാണിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ചെയ്തത്? സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചുമിരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും. എന്നാൽ സത്യം എന്താണ് പ്രിയപ്പെട്ടവരെ? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുവിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. പ്രിയപ്പെട്ടവരെ, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ കണ്ണുകൾ ക്രൂശിലേക്ക് നമുക്ക് നോക്കാം. ഇതാ കാൽവറിയുടെ മധ്യത്തിൽ നാട്ടിയിരിക്കുന്ന ആ ക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് നിങ്ങൾ ആരെല്ലാം നോക്കുന്നുണ്ട്? അവന്റെ കാൽവറിയിലെ പരിശുദ്ധ യാഗത്തിൽ ആരെല്ലാം വിശ്വസിക്കുന്നുണ്ട്? അവന്റെ തിരുരക്തത്തിൽ ആരെല്ലാം വിശ്വസിക്കുന്നുണ്ട്? പ്രിയപ്പെട്ട സഹോദര, നിനക്ക് വേണ്ടിയിട്ടാണ് യേശു ക്രൂശിൽ മരിച്ചത്. നിന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് യേശു ക്രൂശിൽ മരിച്ചത്. നിന്റെ നിത്യനരകം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രൂശിൽ മരിച്ചത്. അത് നീ വിശ്വസിക്കുമെങ്കിൽ, അത് നീ ഏറ്റുപറയുമെങ്കിൽ, അവന്റെ ക്രൂശിലേക്ക് നീ നോക്കുമെങ്കിൽ, അവന്റെ തിരുരക്തത്തിൽ നീ ആശ്രയിക്കുമെങ്കിൽ, അവന്റെ ക്രൂശിന്റെ പാദത്തിൽ നിന്റെ ജീവിതം സമർപ്പിക്കുമെങ്കിൽ, നിനക്കിപ്പോൾ ഈ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് നിത്യജീവന്റെ അവകാശിയായി തീരുവാൻ, നിനക്ക് നിത്യനരകത്തിന്റെ അവകാശം നിനക്ക് ഒഴിവാക്കിയിട്ട് നിത്യജീവന്റെ അവകാശം നിനക്ക് പ്രാപിക്കുക. ക്രൂശിലേക്ക് നോക്കുക, തിരുരക്തത്തിൽ ആശ്രയിക്കുക, യേശുവിൽ വിശ്വസിക്കുക, ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുക, പാപത്തോട് യാത്ര പറയുക, പുതിയ മനുഷ്യനായി ജീവിക്കുക. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച നിത്യജീവന്റെ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ട മക്കളെല്ലാം ഇവിടുന്ന് അനുഗ്രഹിക്കണമേ, നിത്യജീവന്റെ അവകാശികളാക്കി തീർക്കണമേ, അവിടുത്തെ രണ്ടാമത്തെ വരവിന് ഞങ്ങൾ ഒരുക്കണമേ. യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ, ആമേൻ.